ഇടതുമുന്നണി ഗവൺമെൻറ് ചരിത്രത്തിലാദ്യമായിട്ട് ഒരു അയ്യപ്പ സംഘം, ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അതെന്താണ് അതിൻ്റെ പിന്നിലെന്നൊരു ചിന്ത പലരുടെയും മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായി ബോധ്യമായിരിക്കുകയാണ്. ശബരിമലയിൽ ദേവസ്വം ബോർഡ് CPMൻ്റെ അറിവോടുകൂടി തന്നെ നടത്തിയ വലിയ സ്വർണ്ണ മോഷണം, ആ സ്വർണ്ണ മോഷണത്തെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തട്ടിക്കൂട്ട് അയ്യപ്പ സംഗമം നടത്തിയത്. ഇത് ഈ ഗവൺമെൻറ്റിന് നേരത്തെ തന്നെ ബോധ്യമുണ്ട്. ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവിടെ നടന്ന സ്വർണ്ണ മോഷണം വ്യക്തമായ ധാരണ ഗവൺമെൻറ്റിനുണ്ടായിരുന്നു. അത് ജനങ്ങളിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഭക്തിയുടെ ഒരു മറവിൽ ഇത് ഒളിച്ചു കടത്താമെന്നാണ് ധരിച്ചത്. പക്ഷേ കോടതിയുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് ഇന്ന് ശബരിമലയിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന, ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. കേന്ദ്ര ഗവൺമെൻറ് വോട്ട് ചോരിയാണെങ്കിൽ കേരള ഗവൺമെൻറ് ഗോൾഡ് ചോരിയായി മാറിയിരിക്കുകയാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ മുമ്പ് വന്നതാണ്. ഈ ഗവൺമെൻറ്റിന് സ്വർണം എന്ന് പറയുന്നത് ഇവരുടെ ഒരു വീക്ക്നെസ്സായി മാറിയിരിക്കുകയാണ്. പക്ഷേ ശബരിമല പോലെയുള്ള തീർത്ഥാടന കേന്ദ്രം, പവിത്രമായ ക്ഷേത്രം, അതിനെയെങ്കിലും ഈ ഗവൺമെൻറ്റും CPMഉം സ്വർണ്ണ മോഷണത്തിനുള്ള വേദിയാക്കി മാറ്റാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. അപ്പോൾ എന്തും ഏതുവരെയും പോകാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ശബരിമലയിലെ കാര്യങ്ങൾ. ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ തന്നെ പ്രസ്താവന നമ്മളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം 1999 സ്വർണ്ണ പാളികളാണ്, അന്ന് സ്വർണം പൂശുകയല്ല, യഥാർത്ഥത്തിൽ സ്വർണ്ണ തകിടാണ്. അവിടെ 30 കിലോ സ്വർണ്ണ തകിടാണ് ദ്വാരപാലക ശില്പത്തിലായാലും അതുപോലെ തന്നെ ശ്രീകോവിലിൻ്റെ കവാടത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 5 കിലോ സ്വർണം ഈ ദ്വാരപാലക ശില്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് 2019 അത് കൊണ്ടുപോകുമ്പോൾ ചെമ്പ് മാത്രമാണ് എന്ന് പറയുമ്പോൾ അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ അതിന് ആ രീതിയിൽ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്വർണം എവിടെ പോയി? പിന്നെ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ്. ശബരിമല പോലെയുള്ള ഒരു ഏറ്റവും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് മാത്രമാണോ, തൊട്ടടുത്ത അയൽ രാജ്യങ്ങളിൽ നിന്ന് പോലും തീർത്ഥാടനത്തിന് വരുന്ന, ലോകത്തറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത്. ആ ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പമാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ആ ക്ഷേത്രവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ദേവസ്വം ജീവനക്കാരനോ ഒന്നുമല്ലാത്ത ഒരു പോറ്റിയുടെ കയ്യിൽ ഇത് മദ്രാസിലേക്ക് ഇത് പൂശാൻ വേണ്ടി കൊടുത്തയച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ചെമ്പ് തെളിഞ്ഞിരിക്കുകയാണ്. അഴിമതിയുടെ കാര്യത്തിൽ അവരുടെ ചെമ്പ് തെളിഞ്ഞിരിക്കുകയാണ്. ശബരിമല ക്ഷേത്രം പോലും അവർ അഴിമതിക്കുള്ള വേദിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് ജനങ്ങൾക്കിടയിൽ അങ്ങേയറ്റത്തെ പ്രതിഷേധമുണ്ട്. ഈ കാര്യങ്ങൾ ഓരോ ദിവസവും വരുന്ന വാർത്തകൾ ഇന്ന് ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ഹൈക്കോടതിയാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തുവിടുന്നത്. ഞങ്ങൾ പ്രതിപക്ഷം മറ്റെന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇതിനുണ്ടാകുന്ന കാര്യങ്ങൾ മറ്റെന്തോ ആകുമായിരുന്നു. UDF ഭരിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു ശബരിമലയിൽ നിന്ന് ഒരു തരി സ്വർണം പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ ഉണ്ടാക്കുന്ന കോലാഹലം? ഇത് കിലോ കണക്കിന് സ്വർണം പോയിട്ടും കേരളത്തിൻ്റെ ദേവസ്വം മന്ത്രി മിണ്ടുന്നില്ല. മുഖ്യമന്ത്രിക്ക് സ്ഥിരം മൗനമാണ്. ആരാണ് ഭക്തന്മാരുടെ ഈ ആശങ്കയ്ക്ക് ഒരു ഉത്തരം പറയുക? ജനങ്ങളിത് വളരെ ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം ഇത് ദേവസ്വം ബോർഡിൻ്റെ പണിയെന്ന് പറയുന്നത് ഭക്തന്മാർ കൊടുക്കുന്ന പണം എണ്ണി വാങ്ങൽ മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്, അതിന് സുരക്ഷ നൽകേണ്ടതുണ്ട്. അതൊക്കെ പറയുന്നതിന് പകരം ശബരിമലയിലെ വരുമാനം മാത്രം വിനിയോഗിക്കും, അതിൻ്റെ കണക്ക് എണ്ണുന്ന പണി മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടും വളരെ വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. കാരണം 40 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ദ്വാരപാലക ശില്പം ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ചെന്നൈയിലെത്തിയത് എന്ന് പറഞ്ഞു. ലോകം മുഴുവൻ കറങ്ങി വരാനുള്ള സമയമുണ്ട് ചെന്നൈയിൽ 40 ദിവസം എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ എന്തിനു വേണ്ടിയാ? അവിടെയും ദുരുദ്ദേശമുണ്ട്. ഇതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നു. നമുക്കറിയാം ഇതര സംസ്ഥാനങ്ങളിലുള്ള ഭക്തന്മാരൊക്കെ എത്ര കോടിക്കണക്കിന് രൂപ ശബരിമലയ്ക്ക് വേണ്ടി പല കാര്യങ്ങൾക്ക് വേണ്ടി വഴിപാടായി നടത്താൻ സന്നദ്ധരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ദ്വാരപാലക വിഗ്രഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എത്ര പണം കൊടുക്കുവാനും
അവർ തയ്യാറാകും. അപ്പോൾ അവർക്ക് ഇക്കാര്യത്തിൽ എന്തുമാത്രം പണം, എത്രമാത്രം ഭക്തന്മാരിൽ നിന്ന് പിരിച്ചെടുത്തു, ആ പണം എന്ത് ചെയ്തു, ഇതൊക്കെ അന്വേഷണ വിധേയമാകേണ്ട കാര്യമാണ്. 10 വർഷം ഈ ഗവൺമെൻറ് പിന്നിടുമ്പോൾ ഈ അഴിമതി നടത്തി ശബരിമലയെ പോലും കൊള്ളയടിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ ഗവൺമെന്റ് എത്തിയിരിക്കുകയാണ്. അത് ഒരു ആരോപണം ഉന്നയിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കുന്നത് ഇത്തരം കള്ളത്തരങ്ങൾ പുറത്തറിയിക്കാനുള്ള ഒരു നടപടിയായിട്ടാണെന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളെ പോലും അവർ വെറുതെ വിടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് KPCC പോവുകയാണ്. അതിൻ്റെ ഭാഗമായി ശബരിമലയിൽ ഈ വരുന്ന 9-ാം തീയതി AICC ജനറൽ സെക്രട്ടറി പങ്കെടുക്കുന്ന വിശ്വാസ സംഗമം സംഘടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ തുടർച്ചയായ സമരപരിപാടികൾ KPCCയുടെ ഭാഗത്തുനിന്നും UDFൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ഇത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെൻറ്റിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. അതിനെതിരെയുള്ള ശക്തമായ പോരാട്ടം KPCCയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഈ രാവിലെ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞത് എൻ്റെ കാലത്ത് ഇത് നടന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അത് അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി? ഒരു ദേവസ്വം പ്രസിഡന്റ് എന്ന രീതിയിൽ സ്വാഭാവികമായി മൊത്തത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരാളല്ലേ അദ്ദേഹം. ദേവസ്വം ബോർഡ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെയാണ് അദ്ദേഹം പ്രസിഡൻ്റായി വന്നത്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും 2025 വീണ്ടും കൊണ്ടുപോകാൻ അനുവാദം കൊടുത്തു. അവിടെയാണല്ലോ പ്രശ്നം വരുന്നത്. അപ്പോൾ ആ അനുവാദം കൊടുക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിലവിലുള്ള മാനുവൽ അനുസരിച്ച് ഹൈക്കോടതിയുടെ സമ്മതം വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയുടെ സമ്മതമില്ലാതെയാണ് ഇത്തവണ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ദേവസ്വം ബോർഡ് മന്ത്രിക്കോ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണല്ലോ ഇന്ന് പറഞ്ഞത് 19 ചെമ്പായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആരെ സംരക്ഷിക്കാനാണ് സ്വർണത്തെ മാറ്റി ചെമ്പാക്കിയത്? അപ്പോൾ ഇത് മൊത്തത്തിൽ പൂശ എന്നുള്ളതാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റായാലും ഗവൺമെൻറ് ആയാലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ശബരിമലയെ പോലും അതിൽ നിന്ന് ഒഴിവാക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെൽഫെയർ പാർട്ടി മൗദൂദി ആവശ്യങ്ങളൊക്കെ അല്ല, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഏത് ക്ഷേത്രമായാലും പള്ളിയായാലും അതൊക്കെ പൊതുസമൂഹം നോക്കിക്കാണുന്നത് വേറൊരു തലത്തിലാണ്. അത് പള്ളിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, ക്ഷേത്രം സംഭവിച്ചു കഴിഞ്ഞാലും എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതുകൊണ്ടാണ് ആ കാര്യത്തിൽ സംസാരിക്കുന്നത്. UDF ഒക്കെ കുറച്ച് പുറകോട്ടായോ? കാരണം ഹൈക്കോടതി കൈകാര്യം ചെയ്യുന്നു. 9-ാം തീയതി സമരം പറയുമ്പോഴും ഈ വേണ്ടത്ര ഒരു സഡൻ ആക്ഷൻ ഉണ്ടായിട്ടില്ലല്ലോ. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഇത്രയും വലിയൊരു കാര്യം ഞങ്ങളിത് നിരീക്ഷിക്കായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളിൽ കഴിഞ്ഞ നിയമസഭയിൽ തന്നെ, ഈ നിയമസഭയിൽ ഞങ്ങളിത് കൊണ്ടുവന്നു. ഞങ്ങളിത് നിയമസഭയിൽ റൂൾ 50 കൊണ്ടുവന്നു. റൂൾ 50 കൊണ്ടുവന്നപ്പോൾ കോടതിയിലുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് അത് അനുവദിച്ചില്ല. അപ്പോൾ ഗവൺമെൻറ് ഇതിന്ന് ഒളിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഏത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ ചർച്ചയാണ്. ഏത് കാര്യം പറഞ്ഞാലും 2 മണിക്കൂർ ചർച്ച. റൂൾ 50 ഞങ്ങൾ അവതരിപ്പിച്ച ചർച്ചയ്ക്ക് തയ്യാറാവുന്നു, ചർച്ച നടത്തുന്നു. എന്തേ ഗവൺമെൻറ് ഞങ്ങൾ ഈ കാര്യം കൊണ്ടുവന്നപ്പോൾ ഈ കാര്യത്തിൽ ചർച്ച നടത്തായിരുന്നു? അപ്പോൾ ഗവൺമെൻറ്റിന് പലതും മറച്ചു വെക്കാനുണ്ട്. നിയമസഭയിൽ തുറന്ന് ചർച്ച നടത്തിക്കൂടെ? അവർക്ക് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് പറഞ്ഞില്ലല്ലോ. ചർച്ച പോലും, അത് റൂൾ 50 അവതരിപ്പിച്ച് സംസാരിക്കാൻ പോലും സ്പീക്കർ അനുവാദം നൽകിയത്. അപ്പോൾ അത് തന്നെ ഗവൺമെൻറ്റിന് പലതും മറച്ചു വെക്കാനുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്.